കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെയും ഇപ്രാവശ്യം ജയിച്ചവരുടെ ഒരു പ്രൊഫൈൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചു. ഒരു കൗതുകത്തിനാണ്, നമ്മൾ എല്ലാ തരത്തിലുള്ള വിശകലനവും നടത്തുമ്പോൾ ഒരു കൗതുകത്തിനാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ കൗതുകം തുടങ്ങിയത് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ, പഠിക്കുന്ന കാലം മുതൽ. ഓരോ സ്ഥാനാർത്ഥികളും ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രൊഫൈൽ എടുക്കും. അത് മറ്റൊന്നിനുമല്ല, ഒരു കൗതുകമാണ്. പണ്ട് കാലത്ത് പ്രൊഫൈൽ എടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPM-ൻ്റെയും ആളുകളുടെ കൂടെ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പ്രൊഫൈലുകൾ കാണുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നും. എന്താണെന്നറിയാവോ? പട്ടിണിപ്പാവങ്ങൾ, ദരിദ്രരായിട്ടുള്ളവർ, മത്സ്യത്തൊഴിലാളികൾ, തെരുവിൽ കിടന്നടികൊണ്ടവർ, പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവർ, വിറക് വെട്ടിയവർ, അങ്ങനെ വലിയ ഒരു സംഘം ആളുകളാണ് ജയിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആരും പരിശോധിക്കുന്നില്ല കേട്ടോ. കേരളത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകണം, നമുക്ക് അഭിമാനബോധമുണ്ടാകണം. ആരൊക്കെയാണ് കേരളത്തിൽ ജയിച്ചിരിക്കുന്ന ചെറുപ്പക്കാർ? വഴിയെ പോകുന്ന സോപ്പ് കുട്ടപ്പന്മാരല്ല, നൂലിലിറങ്ങിയവരല്ല. എല്ലാവരും വളരെ വലിയ രീതിയിലുള്ള ആളുകളാണ്. ഒന്നുകിൽ നന്നായി തെരുവിൽ കിടന്ന് അടികൊണ്ടവർ, തലയ്ക്കടി കിട്ടിയവർ. ഇപ്പോൾ അഭിൻ വർഗിയെ പോലുള്ള ആളുകൾ എത്ര തല്ല് വാങ്ങിയ ആളാണ്. അഭിജിത്തിനെ പോലെ ആളുകൾ KSUവിലെ എന്തുമാത്രം തല്ലും സംഘടനയ്ക്ക് വേണ്ടി എന്തോരം ത്യാഗം സഹിച്ചതാണ്. ഇനി സൂരജിനെ എടുക്കുക, ഒരു ഷർട്ടിന് മറു ഷർട്ടില്ല. അവിടെ ബാലുശ്ശേരിയിൽ ജയിച്ചിട്ടുള്ള സച്ചിൻ ദേവനെ, നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവനെ തോൽപ്പിച്ച സൂരജിൻ്റെ കഥ എടുക്കുക. അദ്ദേഹം ഒരു വളരെ ദരിദ്ര കുടുംബത്തിൽ, വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, ഒരു ഷർട്ടിന് മറു ഷർട്ടിടാൻ നിവർത്തിയില്ലാത്ത കുടുംബത്തിലെ അംഗമാണ്. എത്ര മനോഹരമാണ് അങ്ങനെയുള്ളവരെയൊക്കെ മത്സരിപ്പിച്ചത്. ഇനി തോമസിനെ എടുക്കുക. തോമസ് രക്ഷാപ്രവർത്തനത്തിനെന്ന് പറഞ്ഞ് പിണറായിയുടെ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാന്മാരുടെ അടികൊണ്ട്, മനോജ് എന്ന് പറയുന്ന ഗൺമാൻ്റെയൊക്കെ അടികൊണ്ട്, അപ്പോഴും KSUവിന് വേണ്ടിയും യൂത്ത് കോൺഗ്രസിൽ നിന്ന് 30 വയസ്സാണ് തോമസിൻ്റെ കഥയുണ്ടല്ലോ. അദ്ദേഹം പണ്ട് നമ്മൾ TJ ആഞ്ചലോസിനെ കുറിച്ച് VS അച്യുതാനന്ദൻ പറഞ്ഞൊരു കഥയുണ്ട്. ഈ കടൽ തീരത്ത് മീൻ പറക്കി നടക്കുന്ന ചെറുക്കൻ എന്ന് പറഞ്ഞ്, അതുപോലെ മീൻ പറക്കി നടന്ന ഒരു ചെറുക്കൻ. അങ്ങനെ പറഞ്ഞുകൂടാ, അദ്ദേഹം ഇപ്പോൾ MLA ആണ്. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞുകൂടാ, അദ്ദേഹം ഞാനൊക്കെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളാണ്. പ്രോട്ടോക്കോൾ അനുസരിച്ച് നോക്കിയാൽ MLA റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഒരു തോമസ് MLA ആയിട്ടുണ്ട്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. അപ്പോൾ ആലപ്പുഴയിലെ ചിത്തരഞ്ജനെ തോൽപ്പിച്ച തോമസ് MLA ആയാലും, സൂരജ് MLA ആയാലും, അതുപോലെ മുസ്ലിങ്ങൾക്ക് വളരെ നോമിനലായിട്ടുള്ള, മുസ്ലിങ്ങൾക്ക് വളരെ കുറച്ച് പ്രാതിനിധ്യമുള്ള ജനസംഖ്യയുള്ള വാവനപുരത്തെ സുധീർ ഷായുടെ വിജയമായാലും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കോട്ടയും ഹിന്ദുക്കളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും കോട്ടയിലുള്ള ഫാത്തിമ തഹ്ലിയുടെ വിജയമായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ചെറുപ്പക്കാർ, അത് ലീഗിലെടുത്താലും, ലീഗിൽ ജയിച്ചിട്ടുള്ള സൗത്തിൽ ജയിച്ചിട്ടുള്ള, കോഴിക്കോട് സൗത്തിൽ ജയിച്ച ചെറുപ്പക്കാരനായാലും, അതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളെടുത്താൽ വളരെ വളരെ രസകരമായിട്ടാണ് ദരിദ്രന്മാർ, പാവപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ, തല്ലുകൊള്ളുന്നവർ, അങ്ങനെ ഒരു വിഭാഗം ജയിച്ചു വന്നിരിക്കുന്നത്. ഇനി വനിതകളെടുത്താൽ നോക്കൂ. ഷാനിമോൾ ഉസ്മാൻ, എത്ര തവണയാണ് അവർ ഇതിനു വേണ്ടി ചാവേറിനെ പോലെ പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചയിലും അവിടെ ഇവിടെയും എല്ലായിടത്തും വരുന്നതാണ്. ബിന്ദു കൃഷ്ണ എടുക്കൂ. ബിന്ദു കൃഷ്ണ പുരുഷന്മാരെന്ന് പറയുന്ന വലിയൊരു സംഘത്തിൻ്റെ ഇടയിൽ അവിടെ നിന്ന് പ്രവർത്തിച്ച് കയറി വന്ന ബിന്ദു. അങ്ങനെ ഇപ്രാവശ്യം സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊടുത്തതിൽ വളരെ മനോഹരമായി ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ്സിൽ അത്യപൂർവമാണ്. സാധാരണ സാമുദായിക സമവാക്യങ്ങൾ, മുതലാളിയുടെ സമവാക്യങ്ങൾ, മതം, ജാതി, ഇതെല്ലാം നോക്കി കൊടുത്തു വരുമ്പോൾ ഒരു KSUക്കാരന് കിട്ടും, അല്ലെങ്കിൽ 2 KSUക്കാരന് കിട്ടും, ഒരു യൂത്ത് കോൺഗ്രസ്സാരന് കിട്ടും, ഒരു മഹിളയ്ക്ക് കിട്ടും. ഇതല്ലാതെ ഇതുപോലുള്ള വളരെ മനോഹരമായ ഒരു ലിസ്റ്റ് നാളിതുവരെ വന്നിട്ടില്ല. ലിസ്റ്റ് വന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾ അത് സീരിയസ് ആയി എടുക്കുകയും അവരെ ജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഒരു ചെരുപ്പിന് ഒരു ജോഡി ചെരുപ്പിന് വേറൊരു ജോഡി ചെരുപ്പില്ലാതെ, ഒരു ഷർട്ടിന് പകരം മറ്റൊരു ഷർട്ടില്ലാതെ, കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് മാത്രം വീട്ടിൽ വരുന്ന, ഭക്ഷണം കഴിക്കാനില്ലാത്ത കുടുംബത്തിലെ, വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച സൂരജും രാവിലെ മീൻ പിടിക്കാൻ പോയതിനു ശേഷം വന്ന് സംഘടനാ പ്രവർത്തനം നടത്തി അങ്ങനെ നേതാവായ തോമസും ഒക്കെ വരുന്ന ഒരു അസംബ്ലി എന്ന് പറഞ്ഞാൽ അതിനൊരു സൗന്ദര്യമുണ്ട്, ഒന്നൊന്നര സൗന്ദര്യമുണ്ട്. ഇതൊക്കെ നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്ന ഒരു സമീപനം, ബാക്കി നമുക്ക് കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയാം. ആരോ അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അധികാരമൊക്കെ പറയാം, ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി വന്നതുകൊണ്ടായിരിക്കാം കരുണാകരൻ്റെ ഗ്രൂപ്പ് എന്നും, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് എന്നും, പിന്നെ A.K. ആൻ്റണി ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോഴിങ്ങനെ കയറി വരാൻ പറ്റത്തില്ല. അല്ലാതെ കയറി വന്ന സാധാരണ ആളുകൾ, വളരെ സാധാരണയായിട്ടുള്ള
വളരെ വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് പെയ്ഡ് സീറ്റ് അല്ലാതെ കയറി വന്നതിൻ്റെ കഥയുണ്ട്. ചാണ്ടി ഉമ്മൻ 80 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് പിരിഞ്ഞു കിട്ടിയതിൽ നിന്ന് 80 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. ഇത്ര മാതൃകാപരമാണ് ഈ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇടതുപക്ഷത്തിൽ പണ്ട് കണ്ടിരുന്ന, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കഥയെ തുടക്കത്തിൽ പറഞ്ഞു, വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോൾ ഒരു ഇടതുപക്ഷത്തിൽ കണ്ടിരുന്ന, പ്രത്യേകിച്ച് CPIയിൽ കണ്ടിരുന്ന, CPMലൊക്കെ മാത്രം കണ്ടിരുന്ന ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ച ഇപ്പോൾ വലതുപക്ഷത്ത് കാണുന്നു എന്നുള്ളത് ശരിക്കും വലതുപക്ഷം ഇടതുപക്ഷമായോ, ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് പോയപ്പോൾ എന്നൊരു ചോദ്യം അറിയാതെ മനസ്സിൽ വന്നു പോകുന്നു. അതുപോലെ കൊല്ലത്ത് ജയിച്ചുള്ള RSPയുടെ വിഷ്ണുമോഹൻ വളരെ സാധാരണ മനുഷ്യനാണ്, വളരെ സാധാരണയായിട്ടുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്, വളരെ സാധാരണ ആളാണ്, രാഷ്ട്രീയ രംഗത്ത് പുതിയതായിട്ട് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉല്ലാസ് കോവൂർ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ അവരൊന്നും അതികായകന്മാരല്ല, ആദ്യമായി വന്നവരാണ്. ഉല്ലാസ് കോവൂർ കുറച്ച് നേരത്തെ മത്സരിച്ചു, പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് പലവട്ടം മത്സരിച്ചിട്ടുള്ള ആളാണ്. ഈ പല സ്ഥലങ്ങളിലും ജയിച്ചു വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ, UDFൻ്റെ സ്ഥാനാർത്ഥികൾ, അത് ഘടകകക്ഷികളെടുത്താലും മെയിൻ കക്ഷികളെടുത്താലും അവരെല്ലാം കുറേ ത്യാഗത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അവരുടെ ഒരു പ്രതിനിധി കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമൊക്കെ ഇതുപോലെ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള ആളുകൾ ജയിച്ചു വന്നതിന് ശേഷം പിന്നെ നിങ്ങളുടെ പളവളപ്പിൽ നിങ്ങൾക്ക് കാറ് കിട്ടും, സൗകര്യങ്ങൾ കിട്ടും, നിങ്ങൾക്ക് വീട് കിട്ടും, ചിലപ്പോൾ നല്ല കല്യാണം കിട്ടും, നല്ല സ്ത്രീധനം കിട്ടും, എല്ലാം കിട്ടും. ഇതെല്ലാമായിട്ട് മനുഷ്യപ്പറ്റില്ലാതെ നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളല്ലാതിരുന്നാൽ നിങ്ങൾക്ക് കൽപ്പാന്തകാലത്തോളം ജനപ്രതിനിധികളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അല്ലാതെ തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രനൊക്കെ കാണിച്ചതുപോലെ ഒരു ജയലക്ഷ്മി ഉണ്ടായിരുന്നു, ഞാൻ ആ പേര് പറയുന്നതിൽ എന്നോടാരും വിഷമം വിചാരിക്കരുത്, ഒരു ജയലക്ഷ്മി ഉണ്ടായിരുന്നു വയനാടിൽ, വളരെ രാജീവ് ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ മന്ത്രിയാക്കി. പക്ഷേ അവർ ശോഭിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വലിയ വിവാദത്തിലേക്കാണ് അവരുടെ വിവാഹമൊക്കെ വലിയ വിവാദത്തിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ ചെറുപ്പക്കാർ അവരുടെ ആ ക്രെഡിബിലിറ്റിയും ഐഡൻറ്റിറ്റിയും ക്രെഡൻഷ്യൽസും സൂക്ഷിക്കുമെന്ന് തന്നെ കരുതാം എന്ന് വിചാരിച്ച് വീണ്ടും ഒറ്റ ഷർട്ടിലോ പട്ടിണിയിലോ ദാരിദ്ര്യത്തിലോ ഭക്ഷണം കഴിക്കാതെയോ സൈക്കിൾ യാത്ര ചെയ്തോ പോകണമെന്നല്ല. പക്ഷേ എല്ലാത്തിനും ഒരു നൈതികതയുണ്ട്. അത് നിങ്ങൾ സൂക്ഷിക്കുമോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.